അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 156. തന്റെ നെഞ്ചിൽ ചാരി നിന്ന് മുഖത്തേക്ക് നോക്കുന്ന പെണ്ണിനെ കാണുന്തോറും അവൾക്ക് മുന്നിൽ ഇനിയും മനസ്സ് തുറക്കാതിരുന്ന ശരിയാവില്ലാന്ന് തോന്നിപ്പോയി അപ്പൂന്. അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. എനിക്കുണ്ടല്ലോ, എനിക്ക് നാഗവല്ലിയ ഒരുപ. ജ്വാലേട്ടത്തി, പൊന്നൂനെ കണ്ടോ? നിന്നെ വിളിക്കാനാണെന്ന് പറഞ്ഞ് അവൾ ഇങ്ങോട്ട് വന്നിട്ട് കുറെ നേരമായല്ലോ. മീനുന്റെ ശബ്ദം വാതിലിന് പുറത്തുനിന്ന് അപ്പവും പൊന്നും കേട്ടു. ഞെട്ടി, രണ്ടുപേരും ഒരുപോലെ ഞെട്ടി. പൊന്നു പെട്ടെന്ന് അപ്പുവിന്റെ നെഞ്ചിൽ പിടിച്ച് പുറകിലേക്ക് തള്ളി. അത് പ്രതീക്ഷിക്കാതിരുന്നതുകൊണ്ട് തന്നെ അപ്പു ബെഡിലേക്ക് മലർന്നു വീണു. പൊന്നു പെട്ടെന്ന് ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എനിക്ക് അറിഞ്ഞൂടാ മീനു, പൊന്നു ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല അല്ലേ ദേവേട്ടാ? ജ്വാല അഗ്നിയോട് ചോദിക്കുന്നുണ്ട്. അവള് താഴെ എവിടെയെങ്കിലും തന്നെ കാണും മീനൂട്ടി. അഗ്നിയുടെ മറുപടി കൂടി വന്നതും പൊന്നു വെപ്രാളത്തോടെ അപ്പൂനെ നോക്കി. അപ്പേട്ട, മീനു, എല്ലാരും എല്ലാരും എന്നെ അന്വേഷിക്കുന്നു, ഞാൻ പോവാ. അവൾ അപ്പൂനോട് പറഞ്ഞു പെട്ടെന്ന് ഡോറിന്റെ അടുത്തേക്ക് ഓടി. എന്റെ മഹാദേവ, ഈ പെണ്ണിത് എന്താ കാണിക്കുന്നേ? അപ്പു പകപ്പോടെ പെട്ടെന്ന് ബെഡിൽ നിന്ന് ചാടിയിറങ്ങി. പൊന്നു ഡോർ ഹാൻഡിൽ കൈവച്ചതും അപ്പു പെട്ടെന്ന് അവളുടെ കൈകൾ അതിൽ നിന്ന് വിടുവിപ്പിച്ച് തിരിച്ചു നിർത്തി. അപ്പേട്ടാ, അവൾ ദേഷ്യത്തോടെ വിളിച്ചു. അപ്പു പെട്ടെന്ന് അവളുടെ വാ പൊത്തിപ്പിടിച്ചു. ഓ, മിണ്ടാതെ നിൽക്ക് പെണ്ണെ, അല്ലെങ്കിൽ തന്നെ നിന്നെ എന്നെ വാച്ചി നടക്കുക ഇവിടെയുള്ള സകല എണ്ണോ. അതിനിടെ കൂടെ എന്റെ റൂമിൽ നിന്ന് തന്നെ നീ ഇറങ്ങിപ്പോയാ അവരെന്ത് കരുതൂടി നാഗവല്ലി നമ്മളെ പറ്റി? അപ്പു അവൾക്ക് നേരെ പല്ലിരുമ്മിക്കൊണ്ട് അവളുടെ വായിന്ന് കൈയെടുത്ത് മാറ്റി. അയ്യോ, അത് ശരിയാണല്ലോ, സോറി, ഞാൻ ഓർത്തില്ല. അവൾ ഇളിച്ചു. അല്ലെങ്കിലും തലയിൽ കളിമണ്ണുള്ള എല്ലാവരും ഇങ്ങനെ തന്നെയാ. അപ്പു ചുണ്ടുകൊട്ടി. അപ്പേട്ടോ. അവള് കണ്ണുരുട്ടി. ബഹളം വെക്കല്ലേ, അവരെല്ലാം പോയോന്ന് ഞാനൊന്ന് നോക്കിക്കോട്ടെ. അപ്പു സ്വയം ചുണ്ടിൽ വിരൽ വെച്ചുകൊണ്ട് അവളോട് പതിയെ പറഞ്ഞു. പൊന്നു തലയാട്ടി. അപ്പു പതിയെ ഡോർ ഹാൻഡിൽ പിടിച്ച് തിരിച്ച് ഡോറ് ചെറുതായി തുറന്ന് തല മാത്രം പുറത്തേക്കിട്ട് നോക്കി. ജ്വാല, അഗ്നി, മീനു എല്ലാം താഴേക്ക് പോവാൻ നിൽക്കുകയാണ്. എന്നാലും ഈ പെണ്ണിത് എവിടെ പോയോന്തോ? ജ്വാല മീനുവിനോട് ചോദിക്കുന്നുണ്ട്. അറിയില്ല, വാ നമുക്ക് നോക്കാം. മീനു അവളുടെ കൈ പിടിച്ച് പെട്ടെന്ന് താഴേക്ക് നടന്നു. അഗ്നി അവർക്ക് പിറകെയും. അപ്പു ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. പക്ഷെ അതേ നിമിഷം തന്നെ അഗ്നി അപ്പുവിന്റെ റൂമിനടുത്തേക്ക് നോക്കി. അപ്പു ഞെട്ടി. അഗ്നി തന്നെ കണ്ടെന്ന് മനസ്സിലായതും അപ്പു അവനെ നോക്കി ഒന്ന് ഇളിച്ചുകൊണ്ട് പെട്ടെന്ന് ഡോറടച്ചതിലേക്ക് ചാരി നിന്നു. ചുണ്ടിലൊളിപ്പിച്ച കുസൃതി ചിരിയോടെ താടിയിൽ വിരലുകൊണ്ടൊന്ന് തടവി അഗ്നി താഴേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങി. അപ്പോ അവന്റെ കാര്യത്തിലൊരു തീരുമാനമായി. അഗ്നി ആരോടൊന്നില്ലാതെ ചിരിയോടെ പറഞ്ഞു. അതേസമയം ഡോറിൽ ചാരി നിൽക്കുന്ന അപ്പുവിനെ പൊന്നു സംശയത്തോടെ നോക്കി. എന്താ അപ്പേട്ടാ, ഏട്ടൻ എന്നെ കണ്ടു. അതിനെന്താ, ഇത് നിങ്ങളുടെ റൂമല്ലേ, നിങ്ങളെന്നെ കണ്ടിട്ടുള്ളൂ. പൊന്നൂനൊന്നും മനസ്സിലായില്ല. അതല്ലടി നാഗവല്ലി, ഏട്ടന്റെ നോട്ടത്തിൽ എന്തോ ഒരു പന്തികേട്. നീ ഇങ്ങോട്ട് വരുന്നത് ആരെങ്കിലും കണ്ടിരുന്നോ? അപ്പു ചോദിച്ചു. മീനുവിനോട് പറഞ്ഞിട്ടാ ഞാൻ മുകളിലേക്ക് വന്നേ. ഇവിടെ വന്നിട്ട് അപ്പേട്ടനല്ലാതെ എന്നെ ആരും കണ്ടിട്ടില്ല. അവള് പെട്ടെന്ന് തന്നെ പറഞ്ഞു. ആണോ? പക്ഷെ ഏട്ടന്റെ നോട്ടത്തിൽ എന്തോ ഒരു. അപ്പു ആലോചിച്ചു. ഈ അപ്പേട്ടന് വട്ടാ. അവള് ചിരിയോടെ പറഞ്ഞു. ആ, വട്ട് തന്നെയാ, ഇറങ്ങിപ്പോടി നാഗവല്ലി എന്റെ റൂമിന്ന്. അവൻ മുരണ്ടു. ദേ, മിണ്ടാതെ നിന്നോ, ഇല്ലെങ്കിലുണ്ടല്ലോ, താനല്ലേടോ എന്നെ ഇതിനകത്തോട്ട് വലിച്ചു കയറ്റിയേ, വൃത്തികെട്ടവൻ. അവള് പല്ല് കടിച്ചു. നേരത്തെ ചോദിച്ചതിനുള്ള ഉത്തരം വേണ്ടേ? അപ്പുവിന്റെ ശബ്ദം പെട്ടെന്ന് ആർദ്രമായി. എന്തിന്? നിന്നെ എനിക്കിഷ്ടാണോന്ന് ചോദിച്ചില്ലേ, അതിനുള്ള മറുപടി. അപ്പു പുരികമുയർത്തി. വേഗം പറ, അവൾ ആവേശത്തോടെ പറഞ്ഞു. അപ്പു കുറുമ്പോടെ ഒരു കണ്ണിറുക്കി ചിരിച്ചു. എനിക്ക് നിന്നോട് തോന്നുന്നത് എന്താണെന്നറിയോ? എന്താ? അവൾ കണ്ണുവിടർത്തി. അവളുടെ ആകാംക്ഷ കണ്ട് അവന് ചിരിയാണ് വന്നത്. എനിക്ക് നിന്നോട് നിന്നോട് നിന്നോടൊരു കോപ്പും തോന്നിയില്ലടി നാഗവല്ലി, കുട്ടിപ്പിശാശെ. അയ്യടാ, പ്രേമം തോന്നാൻ പറ്റിയൊരു മുതല്. എനിക്കാ പല്ലി, ഛേ, എനിക്കാ സൗപർണിക ഇഷ്ടം, അല്ലാതെ നിന്നെയൊക്കെ ഞാൻ ഒന്ന് പോയടി. അവൻ പുച്ഛിച്ചു പറഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് അകന്നു നിന്നു. പെണ്ണിനെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കി. അവനെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട് പൊന്നു. അപ്പു പെട്ടെന്ന് അവന്റെ നെഞ്ച് കൈകൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. ബുദ്ധിയില്ലാത്ത കൊച്ച, കടിച്ചു കളയും. അവൻ അവളെ അല്പം പേടിയോടെ നോക്കി. പിന്നെ എന്തിനാടെ മരപ്പെട്ടി നീ എനിക്ക് ഹിക്കി തന്നെ? അവള് ചോദിച്ചു. അവനൊന്ന് ചിരിച്ചു. വെറുതെ. അവൻ കണ്ണിറുക്കിയതും പെണ്ണിന്റെ കവിള് വീർത്തു. ആ, വീർപ്പിക്കല്ലേ. അപ്പോ മറുപടി വേണല്ലേ? എന്റെ മനസ്സ് അറിയണം നിനക്ക്. ഇത്തവണ ആ സ്വരത്തിൽ പ്രണയമാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. പൊന്നൂന്റെ മുഖം ചുവന്നു. വേണ്ട, എനിക്കറിയാം, പോടാ മരപ്പെട്ടി. അവൾ അവനീന്ന് കുതറിമാറി ഡോറ് തുറന്ന് പുറത്തേക്ക് ഓടി. ഡി പൂവല്ലേ, ഞാൻ പറഞ്ഞോട്ടെ? അവൻ പറഞ്ഞു. പൊന്നു അവനെ നോക്കി കണ്ണിറുക്കി. പോടി നാഗവല്ലി. അത് കണ്ട് അവൻ ചിരിയോടെ പറഞ്ഞു. നീ പോടാ മരപ്പെട്ടി. അവളും ചിരിയോടെ പറഞ്ഞുകൊണ്ട് താഴേക്കുള്ള സ്റ്റെയറിന്റെ അടുത്തെത്തി. പെട്ടെന്ന് താഴേക്കുള്ള സ്റ്റെപ്പ് അതിവേഗം ഓടിയിറങ്ങി. അത് കണ്ടൊരു ചിരിയോടെ അപ്പു റൂമിലേക്ക് കയറി ഡോറടച്ചു. എന്റെ നാഗവല്ലി, പ്രണയാണടി കുട്ടിപ്പിശാശെ എനിക്ക് നിന്നോട്. മധുരമായ സ്വരത്തിൽ സ്വയം പറഞ്ഞുകൊണ്ട് അവൻ ബെഡിലേക്ക് കമിഴ്ന്നു കിടന്നു.
പില്ലോയിലേക്ക് മുഖം പൂഴ്ത്തി വെക്കുമ്പോഴും അവൾക്കായി അവന്റെ ചുണ്ടിൽ ഒരു നറുചിരി ഉണ്ടായിരുന്നു. അവന്റെ മാത്രം പൊന്നൂട്ടന് വേണ്ടി. അപ്പു ഡ്രസ് ചെയ്ത് മുടിയെല്ലാം ഒന്ന് ഒതുക്കി വെച്ച് ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നു. പക്ഷെ സ്റ്റെയറിന്റെ അടുത്തെത്തിയതും അവനൊന്ന് നിന്നു. നെറ്റി ചുളിഞ്ഞു. ഇവളെന്താ ഇവിടെ തന്നെ നിൽക്കുന്നെ? ഇതുവരെ താഴേക്ക് പോയില്ലേ? നേരത്തെ പാഞ്ഞു പോകുന്ന കണ്ടതാണല്ലോ. മുകളിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റെപ്പിൽ കയറി നിന്ന് താഴേക്ക് എത്തി നോക്കി വിരൽ കടിക്കുന്ന പൊന്നുവിനെ കണ്ടുകൊണ്ട് അപ്പു സ്വയം ചോദിച്ചു. അവന്റെ ശബ്ദം കേട്ട് പൊന്നു തിരിഞ്ഞു നോക്കി. എന്താ, നീ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ? അവൻ സംശയത്തോടെ ചോദിച്ചു. അത് അത് ഞാനെങ്ങനെ താഴേക്ക് പോവാ? അവള് മുഖം ചുളിച്ചു. നീ ഇവിടേക്ക് വന്നത് എങ്ങനെയാണോ അതുപോലെ പോണം. അതിനിപ്പോ എന്താ ഇത്ര ചോദിക്കാൻ? അപ്പൂനൊന്നും മനസ്സിലായില്ല. പൊന്നു അവനെ കൂർപ്പിച്ചു നോക്കി. ഓ എന്റെ മണ്ട, അതല്ല. അതെ, താഴെ അഗ്നിയേട്ടനും ജ്വാലയും മീനും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോയാ ഇത്രയും നേരം ഞാൻ എവിടെയായിരുന്നു എന്ന് അവര് ചോദിക്കില്ലേ? അവള് ചുണ്ടു പിളർത്തി. മണ്ട നിന്റെ അച്ഛൻ. ദേവണ്ണെ, നാക്കൊതുക്കിക്കോ നീ. അപ്പു പല്ല് കടിച്ചു. ഓ ബഹളം വെക്കില്ലേ. പൊന്നു സ്വയം തലയ്ക്ക് കൈകൊടുത്തു പോയി. ഇവൾക്കിതെന്താ? അപ്പു അവളെ നോക്കി പുരികമുയർത്തി. എന്റെ പൊന്നപ്പേട്ട, മണ്ടനന്റെ അച്ഛനോ ഏട്ടനോ ആയിക്കോട്ടെ, പക്ഷെ ഇപ്പൊ ഇവിടെ അതല്ലല്ലോ ചർച്ച. അപ്പേട്ടൻ എനിക്കൊരു വഴി പറഞ്ഞു താന്നേ. അവരൊക്കെ ഞാൻ ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാ ഞാൻ എന്തു പറയും? അവള് കൈ പരസ്പരം കോർക്കഴിക്കുകയും ചെയ്തു. നീ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നു എന്ന് പറ. എന്തായാലും എന്റെ റൂമിലായിരുന്നു എന്ന് പറയണ്ട, അത് പ്രശ്നാവും. അപ്പു ആലോചനയോടെ പറഞ്ഞതും പൊന്നു തലയാട്ടി. എന്നാ നീ ചെല്ല്, അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നോളാം. അവൻ പറഞ്ഞുകൊണ്ട് അവന്റെ റൂമിലേക്ക് തന്നെ പോവാനൊരുങ്ങി. പൊന്നു പെട്ടെന്ന് അവന്റെ കയ്യിൽ കയറി പിടിച്ചു. അവൻ അവൾ പിടിച്ച കൈയിലേക്കും അവളുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. അപ്പേട്ട, ഞാൻ തനിയെ പോവില്ല. ഒന്നില്ലെങ്കിൽ അപ്പേട്ടൻ ആദ്യം പോ, അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നോളാം. അല്ലാതെ തനിച്ചു പോവാൻ എനിക്ക് പറ്റില്ല. അഗ്നിയേട്ടൻ കണ്ടുപിടിച്ചു കളയും. ആ കാര്യത്തിൽ പൊന്നുവിന് സംശയമൊന്നുമില്ലായിരുന്നു. അപ്പു കുറച്ചു നേരം എന്തോന്ന് ആലോചിച്ചു നിന്നു. ശരി, എന്നാ ആദ്യം ഞാൻ തന്നെ പോയേക്കാം. പക്ഷെ ഞാൻ താഴേക്ക് പോയിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നീ ഇറങ്ങി വന്നാ മതി. അവൻ അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ താഴേക്ക് നടന്നു. പൊന്നു അവൻ പോകുന്നു നോക്കിക്കൊണ്ട് അവിടെ നിന്നു. പിന്നെ പതിയെ അവന്റെ പിറകെ തന്നെ അവളും താഴേക്ക് നടന്നു. അപ്പു അത് ശ്രദ്ധിച്ചിരുന്നില്ല. അവനൊരു പുഞ്ചിരിയോടെ താഴേക്ക് ഇറങ്ങി വന്നു. ഹാളിലെ സെറ്റിയിൽ തന്നെ അഗ്നിയും ജ്വാലയും മീനും ഉണ്ട്. അഗ്നി ഫോണിൽ ആരോടോ ചാറ്റിലാണ്. ജ്വാല അവന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അവളുടെ ഷോൾഡറിലേക്ക് തലചാരി വെച്ചിട്ടാണ് ചാറ്റ്. ജ്വാല ഒരു കൈകൊണ്ട് അവന്റെ തലമുടിയിൽ മസാജ് ചെയ്യുന്നുണ്ട്. പക്ഷെ മീനുമായി കാര്യമായിട്ടെന്തോ സംസാരത്തിലുമാണ് ജ്വാല. അപ്പു ഹാളിൽ വന്നപ്പോ കണ്ട കാഴ്ച ഇതാണ്. എന്താ മൂന്നാളും കൂടെ ഇവിടെ പരിപാടി? അപ്പു ചോദിച്ചു. മൂന്നാളുടെ നോട്ടം അപ്പുവിലേക്ക് നീണ്ടു. ആ, നീ എവിടെയായിരുന്നു ഇത്രയും നേരം? അഗ്നി ചോദിച്ചു. കണ്ണു ചുരുക്കി അവനെ നോക്കുന്നുണ്ടവൻ. ആ നോട്ടത്തിലൊന്ന് പതറിയെങ്കിലും അപ്പു ചിരിച്ചു കൊടുത്തു. അത് ഞാനൊന്ന് കുളിക്കാൻ പോയതേട്ടാ. നീയോ? അഗ്നി വീണ്ടും ചോദിച്ചു. കുളിക്കാൻ പോയതേട്ടാ. അപ്പു വീണ്ടും പറഞ്ഞു. നിന്നോടല്ല, അവളോടാ. അഗ്നി അപ്പുവിന്റെ പുറകിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അപ്പു ഞെട്ടി. അവൻ പെട്ടെന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ അതാ അപ്പുവിനെ മറ്റുള്ളവരെ നോക്കി ഒരു ഇളിയോടെ നിൽക്കുന്ന പൊന്നു. അപ്പു അവളെ ദയനീയമായി നോക്കി. നിന്നോട് ഇപ്പൊ തന്നെ എന്റെ പിറകെ വരില്ലെന്ന് പറഞ്ഞതല്ലേടി നാഗവല്ലി ഞാൻ. അവൻ പല്ല് കടിച്ചുകൊണ്ട് പതിയെ ചോദിച്ചു. അതെന്താ ഞാൻ വന്നാല്? അവളും അവൻ ചോദിച്ചതുപോലെ പല്ല് കടിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പു അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ച് അവളെ കലിയോടെ നോക്കി. പൊന്നൂനും അതേ ഭാവം തന്നെ. അതെ, എന്താ അവിടെ രണ്ടും കൂടി കഥകളി കാണിക്കുന്നേ? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? അഗ്നി സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു. അപ്പവും പൊന്നും അവനെ നോക്കി. ഗൗരവത്തോടെ രണ്ടിനെ മാറി മാറി നോക്കുന്നുണ്ട് അഗ്നി. അവനൊപ്പം തന്നെ ജ്വാലയും മീനു രണ്ടിനെ സംശയദൃഷ്ടിയോടെ നോക്കുന്നുണ്ട്. അതാ പൊന്നു, നീ എവിടെ പോയതാ? മീനു ഞാനും കൂടി നിന്നെ എവിടെയൊക്കെ തെരഞ്ഞതാണല്ലോ. ലാസ്റ്റ് കിച്ചണിൽ വരെ പോയി നോക്കി. അവിടെ അച്ഛയമ്മയും മാത്രമേ ഉള്ളൂ. പിന്നെ നീ മോളിൽ നിന്ന് എങ്ങനെ വന്നു? അവിടെയൊക്കെ ഞങ്ങൾ നോക്കിയതാണല്ലോ. ജ്വാല അവൾക്കടുത്തേക്ക് വന്നു. പൊന്നു അപ്പൂനെ നോക്കി ചുണ്ട് പിളർത്തി. പറഞ്ഞു കൊടുക്കടി പന്നി, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്റെ പിറകെ ഇങ്ങോട്ട് കെട്ടിയെടുക്കണ്ടാന്ന്. അപ്പു പതിയെ ചോദിച്ചു. രക്ഷിക്കപ്പേട്ടാ. അവള് കെഞ്ചി. അപ്പു അത് കേട്ടില്ലാന്ന് നടിച്ചു. അതാ ഞാനും ആലോചിക്കുന്നത്. ചൈതന്യ മുകളിൽ എന്തെടുക്കായിരുന്നു? ഏട്ടന്റെ ഏട്ടത്തിയുടെ റൂമിലായിരുന്നിരിക്കൂല്ലേ? അപ്പു ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു. അതെ, ഞാൻ നിങ്ങളെ രണ്ടാളെ അന്വേഷിച്ച്. പൊന്നു കള്ളം പറഞ്ഞു. അഗ്നിയുടെ കൂർത്ത നോട്ടം കണ്ടതും അവള് പെട്ടെന്ന് തല താഴ്ത്തി. അത് നീ പറഞ്ഞു ശരിയാ. നീ ഇവരെ രണ്ടാളെ അന്വേഷിച്ചാ മുകളിലേക്ക് പോയെ. പക്ഷെ അവരെ കൂട്ടിയിട്ട് വരാൻ പോയി നിന്നെ അന്വേഷിച്ച് ഞാൻ മുകളിലേക്ക് വന്നിട്ടും നിന്നെ അവിടെ എങ്ങും കണ്ടില്ലല്ലോ. ജ്വാലേട്ടത്തി കണ്ടില്ല എന്നാ പറഞ്ഞേ. മീനു പുരികം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. അവളെ ആകെ ചൂഴ്ന്നു നോക്കുന്നുണ്ട് അവൾ. ജ്വാലയ്ക്കും മീനുവിനും രണ്ടിന്റെ പരിങ്ങൽ കണ്ട് എന്തൊക്കെയോ സംശയം തോന്നാൻ തുടങ്ങിയിരുന്നു. പൊന്നു മൂന്നുപേരെ മല്ലായ്മയോടെ നോക്കി. അത് ഞാൻ അവിടേക്കൊന്ന് കാണാൻ. അതാ. പൊന്നു തല ഉയർത്താതെ പറഞ്ഞു. റൂമിൽ വെച്ച് അപ്പു പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഓർത്തതും അവളുടെ മുഖം ചുവന്നു. എവിടെയൊക്കെ കാണാൻ? നീ മുകളിൽ ഏത് റൂമിലായിരുന്നു എന്ന് പറ. എന്തോ കള്ളത്തരുണ്ടല്ലോ നിനക്ക്. ജ്വാല കുറുമ്പോടെ ചോദിച്ചു. പൊന്നു അവളെ കണ്ണുകൾ മാത്രം ഉയർത്തി നോക്കി.
അപ്പു ആകെ നിന്ന് വിയർക്കുന്നുണ്ട്. എന്റെ മഹാദേവ, ഇവൾമാരുടെയൊക്കെ ചോദ്യം ചെയ്യൽ കേട്ട് ഈ പെണ്ണ് ഇപ്പൊ തന്നെ എല്ലാം വിളിച്ചു പറയുന്നു തോന്നുന്നല്ലോ. അപ്പു ആകെ നിന്ന് വെപ്രാളപ്പെടാൻ തുടങ്ങി. അഗ്നിക്കാണെങ്കിൽ രണ്ടാളുടെ മുഖത്തെ ടെൻഷൻ കണ്ട് അപ്പോഴേക്കും ചിരി വരുന്നുണ്ടായിരുന്നു. അതുവരെ മുഖത്ത് വരുത്തിക്കൂട്ടിയ ഗൗരവം മാഞ്ഞു പോകുന്നത് പോലെ. ശരി, എന്നാ പോയി കൈ കഴുകി രണ്ടും. അമ്മ നിങ്ങൾ കൂടി വന്നിട്ട് ഭക്ഷണം കഴിക്കാന്ന് പറയാൻ തുടങ്ങിയിട്ട് നേരം കുറേയായി. അഗ്നി ആ ചർച്ച അവിടെ നിർത്താനായി പറഞ്ഞു. പൊന്നു ആശ്വാസത്തോടെ അഗ്നിയെ നോക്കി തലയാട്ടി. പക്ഷെ അവന്റെ മുഖത്തെ കളിയാക്കല് പൊന്നൂനും അപ്പൂനും പെട്ടെന്ന് മനസ്സിലായിരുന്നു. പൊന്നു പെട്ടെന്ന് വാഷ് ബേസിന്റെ അടുത്തേക്ക് നടന്നു. കുഞ്ഞാ, മീനുട്ടി, നിങ്ങളും ചെല്ല്, അഗ്നി അവരോടും പറഞ്ഞു. എന്നാലും പൊന്നൂനോട് നേരെ ചോദിക്കായിരുന്നു ദേവേട്ട എവിടെ ആയിരുന്നു എന്ന്. എനിക്കെന്തോ ഇവരുടെ രണ്ടാളുടെയും മുഖത്തൊരു കള്ളലക്ഷണം ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. ഇനി ആരവേണ്ട റൂമിലെങ്ങാനായിരുന്നോ പൊന്നു? ജ്വാല ആലോചനയോട് അഗ്നിയോട് ചോദിച്ചുകൊണ്ട് അപ്പൂനെ നോക്കി. അപ്പൂന്റെ കണ്ണു മിഴിഞ്ഞു. അത് ജോലേട്ടത്തി, എനിക്കും അങ്ങനെ ഒരു സംശയമുണ്ട്, മീനും പറഞ്ഞു. അപ്പു ആകെ നിന്ന് വിയർക്കാൻ തുടങ്ങി. അതെന്തോ ആവട്ടെ, രണ്ടാളും ചെല്ല്, അഗ്നി വീണ്ടും പറഞ്ഞു. ഞങ്ങള് കണ്ടുപിടിച്ചോളാം. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് എന്നോട് തുറന്നു പറഞ്ഞു ആരവേട്ട. അല്ലാതെ ഞങ്ങളറിയാതെ അണ്ടർഗ്രൗണ്ടിലൂടെ ലൈൻ വലിക്കാൻ നോക്കണ്ട. അപ്പുനോട് വലിയ കാര്യം പോലെ പറഞ്ഞ് ജ്വാല മീനുന്റെ കയ്യും പിടിച്ച് അവിടുന്ന് പോയി. ഇപ്പോ ഹാളിൽ അഗ്നി അപ്പു മാത്രമായി. അഗ്നി നെഞ്ചിൽ കൈയിട്ട് നിന്ന് അപ്പൂനെ നോക്കി. എന്തൊക്കെയല്ലേ ഏട്ടാ ഈ പെണ്ണുങ്ങൾ പറയുന്നേ? ആ പെണ്ണ് എൻ്റെ റൂമില് അത് ലൈനെന്ന്. പിന്നെ എനിക്കേ അതും ആ നാഗവല്ലിയോട്. എന്താല്ലേ കുട്ടികളുടെ ഒരു തമാശ. അഗ്നി ഒന്ന് പാളി നോക്കി അവന്റെ തോളിൽ തമാശ പോലെ ഒന്ന് തട്ടി. അപ്പു പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കി. അതെ, തമാശ കൂടിപ്പോയാലും പ്രശ്നം അപ്പു. അത് റൂമിലേക്ക് വലിച്ചു കയറ്റി ഡോറൊക്കെ അടച്ചിട്ട് അതിനുള്ളിൽ എന്തായിരുന്നെന്നാവോ രണ്ടാക്കും പരിപാടി. തന്നീന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അപ്പുവിനോട് അഗ്നി പെട്ടെന്ന് ചോദിച്ചു. അപ്പു ഞെട്ടലോട് അവിടെ തന്നെ നിന്നുപോയി. അവൻ പെട്ടെന്ന് അഗ്നിയെ തിരിഞ്ഞു നോക്കി. അവനെ നോക്കിയൊരു കള്ളച്ചിരിയോടെ നിൽക്കുന്നുണ്ട് അഗ്നി. അപ്പു ആകെ വിറങ്ങലിച്ചു പോയിരുന്നു. ഈ അതൊക്കെ ഏട്ടനെങ്ങനെ? അപ്പു വിക്കി. അതുമാത്രല്ല, വേറെ പലതും കണ്ടു. അതുപോലെയല്ലേ എൻ്റെ അനിയൻ ചെയ്തു വെച്ചേക്കുന്നെ. എന്തോ നാടാ പെണ്ണിന്റെ കഴുത്തിലൊരു അടയാളം? അഗ്നി പല്ലിരുമ്മി. അപ്പു ആകെ ചൂളിപ്പോയി. എന്ത് മറുപടി പറയുന്നറിയാതെ അവൻ അഗ്നിയെ നോക്കി കൊച്ചുകുട്ടികളെ പോലെ ചുണ്ടു പിളർത്തി. ഏട്ടാ, അത് ഞാനൊരു അബദ്ധം, അപ്പു വിളിച്ചു. അബദ്ധം കുറച്ച് കൂടുന്നുണ്ട് നിനക്കിപ്പോ. ആ പെണ്ണിനെ നാഗവല്ലി നാഗവല്ലി എന്ന് വിളിച്ച് വിളിച്ച് അവളുടെ രാമനാഥനാവാനാണോ പൊന്നുമോന്റെ പ്ലാൻ? അഗ്നി കുറുമ്പോടെ ചോദിച്ചതും അപ്പുവിന് ചെറുതായി ചിരി വന്നു. ഏട്ടാ, അവൻ വിളിച്ചു. അല്ലടനിയ, ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലടാ. പക്ഷെ എന്റെ കുഞ്ഞു പറഞ്ഞതുപോലെ ഞങ്ങൾ ആരും അറിയാതെയുള്ള ലൈൻ വലി അത് വേണ്ട. അതും ഈ ഒരു കാര്യത്തിൽ നിന്നേക്കാൾ സീനിയറായ ഒരു ഏട്ടൻ ഇവിടെ ഉള്ളപ്പോ ഒരു കള്ളത്തരം നടക്കില്ല മോനെ ആരോദേവേ. അപ്പുവിന്റെ വിളറിയ മുഖം കണ്ട് ചുണ്ടിലൂറിയ ചിരിയോടെ അത്രയും പറഞ്ഞുകൊണ്ട് അഗ്നി അവനെ മറികടന്ന് മുന്നോട്ട് പോയി. അപ്പുവിന്റെ മുഖത്ത് ചമ്മല് നിറഞ്ഞു. അയ്യേ, എന്നാൽ ഏട്ടനെല്ലാം മനസ്സിലായല്ലോ എന്റെ മഹാദേവ. ഇത്രയും കാലിട്ട് ബിൽഡപ്പ് എല്ലാം വെറുതെയായി. ഒരു നെടുവീർപ്പോട് അതും പറഞ്ഞ അപ്പു സെറ്റിയിലേക്ക് ഇരുന്നു. അല്പനേരം കഴിഞ്ഞതും അവനൊന്ന് ചിരിച്ചു. ആരും അറിയാതെ ലൈൻ വലിക്കരുതെന്നല്ലേ ഉള്ളൂ, അറിഞ്ഞോണ്ടാവാലോ, അവൻ സ്വയം പറഞ്ഞു. ചുണ്ടിൽ ഒരു ചിരിമിന്നി. അഗ്നി പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. എന്തോ ആലോചനയോടെ സെറ്റിയിലിരിക്കുന്ന അപ്പുവിനെ കണ്ടുകൊണ്ട് തന്നെ ഒരു ചിരിയോടെ അഗ്നി അവിടുന്ന് പോയി. അപ്പോഴും അല്പനേരം മുൻപ് ജ്വാലയായിട്ടുണ്ടായ നിമിഷങ്ങൾക്ക് ശേഷം അവന്റെ ഫോൺ ചാർജിലിടാൻ അവളെ ഏൽപ്പിച്ച് ഡോർ തുറന്ന സമയമായിരുന്നു അഗ്നിയുടെ മനസ്സിൽ. ഞങ്ങളുടെ റൂമിന്റെ ഡോർ തുറന്ന അതേ സമയത്ത് തന്നെ ആയിരുന്നു അപ്പു പൊന്നൂന്റെ കൈ പിടിച്ച് വലിച്ച് അവളെ റൂമിലേക്ക് കയറ്റി ഡോർ അടച്ച്. അത് കണ്ട് ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അപ്പൂനും പൊന്നൂനോടൊരു ഇഷ്ടമുണ്ടെന്ന് എന്നും എനിക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അല്പനേരം ഒരുമിച്ചിരിക്കട്ടെ എന്ന് കരുതി. രണ്ടാളും പരസ്പരം മനസ്സ് തുറക്കട്ടെ എന്ന് കരുതി. ചിരിയോടെ അവിടെ നിന്ന് പോകാനൊരുങ്ങിയപ്പോഴാ കുഞ്ഞൻ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കണ്ട്. പൊന്നു ഇപ്പൊ തന്നെ അപ്പൂന്റെ റൂമിൽ നിന്ന് എങ്ങനെ ഇറങ്ങി വന്ന കുഞ്ഞൻ രണ്ടിനെ ഇട്ട് വാരുന്ന അറിയാവുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവളെയും ചേർത്ത് പിടിച്ച് ഡോറടച്ച് അകത്തേക്ക് കയറി. എന്താ ദേവേട്ടാന്നൊക്കെ പകപ്പോടെ ചോദിക്കുന്നുണ്ടായിരുന്നു പെണ്ണ്. പക്ഷെ എന്റെ ചുണ്ടിലെ കള്ളച്ചിരി കണ്ടതും എന്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പെട്ടെന്ന് തന്നെ അവൾ എന്നിലേക്ക് ഒതുങ്ങി നിന്നിരുന്നു. ഓർമ്മകളിൽ നിന്നും ചിരിയോടെ അഗ്നി തിരികെ വന്നു. ഇവൻ എൻ്റെ അനിയൻ തന്നെ. ഇങ്ങനെ പോയാ എനിക്ക് മുന്നേ ഇവൻ പലതും നടത്താൻ ഇടയുണ്ട്. എന്റെ മഹാദേവ, ഞാൻ ഇങ്ങനെ തന്നെ നിന്നു പോവേനി. അഗ്നി ഒരു നെടുവീർപ്പോടെ പറഞ്ഞുകൊണ്ട് കൈകഴുകി വരുന്ന ജ്വാലയൊന്ന് നോക്കി. അവളുടെ നോട്ടവും തന്നിലേക്ക് വന്നതും അവൻ അവളെ നോക്കി സൈറ്റടിച്ച് കാണിച്ചു. ജ്വാല നാണത്തോടെ അവനീന്ന് നോട്ടം മാറ്റി. തുടരും.